ഹലോ ഗായ്സ്, നമുക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഒന്ന് ഡൽഹി വരെ പോയിട്ട് വരാം. ഓൾറെഡി ഞങ്ങൾ എവറി ടൈം ലൈറ്റിലാണല്ലോ. സോ എന്നെയും കൂട്ടിയിട്ട് കുഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ ടീമൊക്കെ അവിടെ എന്താണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ലേറ്റ് ആയിക്കൊണ്ടാണ്. ഇവിടെ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വയനാട് സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയൊക്കെ ഒത്തിരി വെറുതെ കുറച്ച് പൈസക്ക് സ്ഥലം കിട്ടും തോന്നുന്നുണ്ട്. വേണ്ട സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ സോനൻ്റെ വീട്ടിലെത്തിക്കാണേ. സോനൻ്റെ വീട്ടില് ഇത് സോനൻ്റെ വീടാണ്. വീഡിയോ എടുക്കരുന്ന് പറഞ്ഞ സ്ഥിതിക്ക് എടുക്കും. ടീംസ് ആരൊക്കെയാണ് പരിചയപ്പെടാ? ഹലോ, എന്റെ ഹസ്ബൻഡാണ്. കുഞ്ചു ഇവിടെ വാ. കുഞ്ചുനെ ആണെങ്കിൽ കുഞ്ചുനെ മക്കളെ കെട്ടിയവരും അമ്മായിമയൊന്നും വിട്ടുവിടാൻ പറ്റുന്നില്ല. അറിയുമോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കാറും കൊണ്ടാണ് മണാലി പോണേന്ന്. അല്ല, നമ്മള് ബത്തേരി ഗ്യാരേജിക്ക് പോവാണല്ലേ. കോഴിക്കോട് വരെ ബസ്സിൽ പോകുന്നു, അവിടുന്ന് ട്രെയിനിൽ പോകുന്നു. അതെ മോനെ, മറ്റു ചിരി ഇരിക്കടാ. നമ്മളിവിടെ ഒരു ടൗണിൽ ഇറങ്ങിക്കണം. എന്തിനാന്ന് വെച്ചാലേ എനിക്ക് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്, ഫുള്ള് പോയി. ഞാൻ കൊച്ചിയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും തൊണ്ടയൊക്കെ നാശമായി. ചേച്ചി ഇവർക്ക് യാത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ആമോ ചെറുതായിട്ടൊരു വ്ലോഗ് എടുത്ത് എന്ത് ഞങ്ങൾ വീണ്ടും എന്നിട്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഹായ് ബ്രോ, നമ്മൾ പോയിട്ട് വരാം. മണാലിയൊക്കെ പോയിട്ട് പ്ലാനില്ലാണ്ടാണ് പോണത്. അവിടെ അതെ 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 അതെ. ബുദ്ധവരെ നമുക്ക് ബാഗൊക്കെ പിടിച്ചിറക്കണ്ടേ? മതി മതി മതി. അയ്യോ ഞങ്ങൾ ഗ്യാരേജിലെത്തിക്കണേ. എല്ലാവരും കാറ് രണ്ടും തിരിച്ചു പോയി. അവര് തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വരും. എന്റെ ബാഗ് മൊത്തം ചുമക്കാൻ ഒരാളുണ്ട്. രണ്ട് ബാഗ് ഉണ്ട് ചുമക്കാൻ. ഞാൻ ഞങ്ങളിവിടെ ഓൾറെഡി ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ താരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കോഴിക്കോട് ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കോഴിക്കോടേക്ക് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങള്
സാഗർ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട്, പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കണതിന്റെ തിരക്കില് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയി ഗൈസ്. ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാം. ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഫ്രൂട്ട്സ്, കടയല്ല ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. ഞങ്ങൾ ഒരു മുന്തിരി വാങ്ങി, പിന്നെ പേരക്ക വാങ്ങി. ഞങ്ങള് ഞങ്ങൾ എന്നിട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവാണേ. എനിക്ക് തീരെ പറ്റില്ല, തല വേദനിച്ചിട്ട് പൊട്ടണ്. പക്ഷെ ഈ തെണ്ടികൾ ആരും വീഡിയോ എടുക്കണില്ല, എന്താ ചെയ്യാ? അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയേക്കാണ്. ഇനി ഞങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കണ്ടേ? മറ്റേ ആ പുള്ളിക്കാരനില്ലേ, മറ്റേ ചെക്കിങ് ചെയ്യണ പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എവിടെയാണ് ഏത് ബോഗിയിലാന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് തിരക്കിലാവും, കുറച്ച് കഴിഞ്ഞ് വീഡിയോ. ഇവിടെ എന്റെ കാലിന്റെ അടുത്ത് चाय 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 ബട്ടു മിന്നു കുഞ്ചു ഓർത്ത് കിട്ടാൻ കാത്തിരിക്കുന്ന ഫുഡ് പിന്നെ അവിടെ ഫോൺ പിടിച്ചിരിക്കുന്ന ഞാൻ.
പാത്തുമ്മയുടെ വക നമ്മളെ പരിചയപ്പെട്ട നമ്മളെ ഫോണിൽ ഗൂഗിൾ സർവീസ് ആക്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഫാത്തിമ. चाचाजी चाचा मी हाय बोलो भाई हाय बोलो हाय 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 बोलो हाय 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 ओके पातू പാത്തുമ്മ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നു. പൊന്നു നിസാമുദ്ദീൻ സെൻട്രലിന് ഗൈസ്, അപ്പോൾ നമ്മൾ 36 മണിക്കൂർ അവിടെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി വീഡിയോ ഇവിടുന്ന് നമ്മളുടെ ചലനം എങ്ങോട്ടേക്കാണെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ